Hi. SBIയുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം. ഈ വർഷം നമുക്കത് ആദ്യമേ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞവട്ടം അവസാനം വന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് നമുക്ക് ഈ വർഷത്തെ എക്സാംസ് നടക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമേ SBIയുടെ എക്സാംസ് നടക്കും. അതിനുശേഷം നമ്മുടെ IBPSൻ്റെയും അതിനുശേഷം നമ്മുടെ IPS RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാംസ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ SBIയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം SBIയുടെ ക്ലർക്കുണ്ട്, SBIയുടെ POയുടെ എക്സാംസ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡേറ്റ്സ് അറിയത്തില്ല. നമുക്ക് ഏപ്രിൽ തൊട്ട് അങ്ങോട്ട് എപ്പം വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. പിന്നെ നമുക്കറിയാം ഓൾറെഡി നമുക്കത് പറയാൻ പറ്റുന്നതും നമ്മുടെ ഓൾറെഡി IBPSൻ്റെ IPS RRBയുടെയും കലണ്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കലണ്ടർ ഓൾറെഡി വന്നുകൊണ്ട് നമുക്ക് അത് വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ SBIയുടെ എക്സാംസ് അതിന് മുമ്പ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ ഒരു IBPSൻ്റെയൊക്കെ എക്സാംസ് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഓഗസ്റ്റ് തൊട്ട് അങ്ങോട്ടാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് തൊട്ട് ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ നമ്മുടെ SBIയുടെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് അതിൻ്റെ പ്രിലിംസ് എക്സാംസ് ഇതിന് മുമ്പ് നടക്കാൻ ആണ് നമുക്ക് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. നമ്മുടെ ബാങ്കിങ് സൈഡിൽ നിന്ന് കഴിഞ്ഞ വർഷം അവസാനം വന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് നമ്മൾ ഈ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SBIയുടെ POയുടെ ഒരു പ്രൊഫഷണൽ ഓഫീസറുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, ലൈക്ക് ഒരു SBI PO ഡേ ടു ഡേ ലൈഫിൽ ഉള്ള ആൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു സെഷൻ്റെ അകത്ത് പെട്ടെന്ന് റഫായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോകുന്നത്. സോ ദാറ്റ് ഈ ഒരു ജോലിക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരാളുടെ ജോബ് പ്രൊഫൈൽ എന്തായിരിക്കും, ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരുന്ന യൂഷ്വൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീണ്ടും ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുവാണ് ദാറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ SBIയുടെ എക്സാംസ്, ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ SBIയുടെ എക്സാംസ് എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പം മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ SBIയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം. മേ ബി നമുക്ക് ഏപ്രിലാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏപ്രിൽ കഴിഞ്ഞും വരാം. സോ നമ്മളുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഒട്ടും ഡിലേ ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് സമയമില്ല എന്ന് വിചാരിക്കല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം കിട്ടും. സോ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഒരു SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊബേഷണറി ഓഫീസർ POയുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളതും പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ടൈം ലൈനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ SBIയുടെ POയിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്താണ് ഒരു SBI POയുടെ ജോലി എന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയണമെങ്കിൽ നമുക്കൊരു മാനേജറിയൽ റോൾ ആണ് എന്ന് പറയാം. ഒരു മാനേജറിൻ്റെ റോൾ എന്താണോ അതാണ് ഒരു SBI POയുടെ റോൾ എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ്, ഒരു ബാങ്കിങ് ഓപ്പറേഷൻസിന്, ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, ടീമിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക, ഡിസിഷൻസ് മേക്ക് ചെയ്യുക. ലോണിൻ്റെ കാര്യങ്ങളിലായാലും ശരി, പല ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത്. നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി കോമ്പൻസേഷൻ, സാലറി നമുക്കറിയാം. നമ്മൾ ശരിക്കും ഒരു SBI POയുടെ ആനുവൽ പേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വരുന്നത് ഒരു 12 to 13.5 lakh അടുപ്പിച്ചൊക്കെയാണ് നമുക്ക് ഒരു SBI POയുടെ ആനുവൽ ഗ്രോസ് സാലറി എടുത്താൽ വരുന്നത്. പക്ഷേ നമുക്ക് ഇൻ ഹാൻഡ് മന്ത്ലി ഏകദേശം എത്ര കൈ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 80 to 85,000 ഇടയ്ക്ക്, ലൈക്ക് മെട്രോ സിറ്റീസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡറേഷനിൽ വരും. പക്ഷേ അലവൻസുകളൂടെയൊക്കെ ചേർത്ത് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് പേ വരുന്നത് 40,000 സംതിങ് ആണ് വരുന്നത്. ബാക്കി അലവൻസുകളൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻ ഹാൻഡ് സാലറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അറൗണ്ട് ഒരു 80,000 85,000 ആണ് ഒരു സ്റ്റാർട്ടിംഗ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ പിന്നെ എങ്ങനെയാണ് ഈ 80,000 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 12 ലക്ഷത്തിലേക്ക് എങ്ങനെ എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലിയും ഇപ്പം നമ്മുടെ യൂഷ്വലി എല്ലാ മന്തും വരുന്ന അലവൻസുകൾ നമുക്കറിയാം. ഓക്കെ, പക്ഷേ ആ അലവൻസുകൾ കൂടാതെ നമുക്ക് ഈ പറയുന്ന യൂഷ്വലി വരുന്ന നമുക്ക് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി ഒക്കെ വരുന്ന ചില അലവൻസുകളുണ്ട്. ഈ അലവൻസുകളൂടെയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സ്പെഷ്യലായിട്ട് വരുന്ന ആ ഒരു അലവൻസുകളൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഗ്രോസ് സാലറി എന്ന് പറയുന്ന ഒരു വർഷത്തത് നമുക്ക് 12 to 13 lakh വരെ പോകും. ഇനി നമുക്കറിയാം ഉടനെ തന്നെ അത് ഇനിയും കൂടാൻ പോവുകയാണ് ആക്ച്വലി. സോ കൂടുതൽ സാലറിയിലേക്ക് വരും. ഇനി പോസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ഓഫീസറാണ്. സോ നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് അക്രോസ് ഇന്ത്യ എവിടെ വേണമെങ്കിലും വരാം. ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ്, ഒരുപാട് എക്സ്പോഷർ, ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് കിട്ടുന്ന ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഒരു SBIയുടെ POയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിൻ്റെ ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ SBIയുടെ POയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബൈ ഏപ്രിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ, ഓർ മേ ബി അതിന് മുമ്പും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ വിൻഡോ ഏപ്രിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഒരു പ്രിലിംസ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ളത് ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. മെയിൻസ് നമ്മുടെ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ
ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മുമ്പിലോട്ടൊക്കെ എപ്പം വേണമെങ്കിലും നടക്കാം. നമുക്കത് കറക്റ്റ് ഒരിക്കലും ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് ഇന്റർവ്യൂ കൂടുതൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കൂടുതലും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജനുവരി 2027 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ഒക്കെ ആയി റിസൾട്ട് ഒക്കെ വരുന്നൊരു സമയം നമുക്ക് മിക്കവാറും വർഷാവസാനത്തോടെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് വരാം. പക്ഷേ എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്സ് കൺഫേം അല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ IBPS ആണെങ്കിൽ ഒരു കലണ്ടർ റിലീസ് ചെയ്യും. ഈ സമയത്ത് എക്സാം ആണ് IBPSന്റെ ക്ലർക്കിൻ്റെയും പിയുടെയും IBPS RRBയുടെ ക്ലർക്കിൻ്റെയും പിയുടെയും ഒരു എക്സാം ഈ ഒരു സമയത്താണ് എന്ന് റിലീസ് ചെയ്യും. പക്ഷേ SBയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വരാറില്ല. സോ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആകെപ്പാടെ നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സാംസ് നടക്കുന്നതിന് മുമ്പേ SBയുടെ എക്സാംസ് നടക്കണം. അത് മൊത്തം എക്സാം അല്ല, പ്രിലിംസ് നടക്കണം ആൻഡ് മെയിൻസിൻ്റെ എക്സാംസ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കണം. അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ റിസൾട്ട് വരണം, ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയത്തുള്ളൂ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു ഏപ്രിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഓഗസ്റ്റിൽ ബാക്കിയുള്ള എക്സാംസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രിലിംസിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനും ഏപ്രിലിൽ വിളിച്ചാൽ ജൂണിലെങ്കിലും മെയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ജൂണിലെങ്കിലും എക്സാം നടത്താൻ പറ്റില്ല, ജൂൺ ജൂലൈയിൽ. അപ്പോൾ നമുക്കൊരു നേരത്തെ എന്ന് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ലേറ്റ് ആയി കഴിഞ്ഞാൽ മെയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ ഏപ്രിലിൽ ഉണ്ട് അല്ലെങ്കിൽ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുമ്പിലുള്ള പ്രിപ്പറേഷന് വേണ്ടി. വേക്കൻസീസിൻ്റെ റേഞ്ച് നിങ്ങൾക്കറിയാം. സാധാരണ ഇടയ്ക്ക് വെച്ചൊരു 600 വേക്കൻസി വന്നായിരുന്നു. ബട്ട് അതർവൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും കാണുന്ന ഒരു ട്രെൻഡ്, കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ ട്രെൻഡ് നോക്കിയാലും 2000 തൊട്ട് 2500 ഇടയ്ക്കാണ് എപ്പോഴും വേക്കൻസീസ് വരുന്നത്. ഇടയ്ക്ക് വെച്ച് മാത്രമാണ് നമ്മുടെ ഒരു വട്ടം 600 വേക്കൻസി എന്ന് പറഞ്ഞ സംഭവം ഒരു വട്ടം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ശരി. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സാംസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ആദ്യമേ വരുന്നതാണ് പ്രിലിമിനറി എക്സാം. അതൊരു ക്വാളിഫയിങ് ആണ്. നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് മെയിൻസ് എക്സാം എഴുതുന്നത്. മെയിൻസ് എക്സാമിൻ്റെ സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചാണ് സെലക്ഷൻസ് നടക്കുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവും കാണും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഇൻക്ലൂഡ് ചെയ്താണ് സൈക്കോമെട്രി ടെസ്റ്റ് നമ്മുടെ SBIPക്ക്. പിന്നെ അതിനുശേഷം ചിലപ്പം ഗ്രൂപ്പ് എക്സസൈസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്റർവ്യൂ ഉറപ്പായിട്ടും കാണും. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഉറപ്പിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൈക്കോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസിന്റെ സ്കോറും ഇന്റർവ്യൂയുടെ സ്കോറും കൂടി എടുത്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ ആയാലും ശരി, സിലബസ് ആയാലും ശരി, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ ചാനലിൽ ചെന്നിട്ട് അവിടെ നിന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ, എക്സാം പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റും, ഇൻക്ലൂഡിംഗ് സ്റ്റഡി പ്ലാൻ. ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് വരാം. നമ്മുടെ ഈ സെഷൻ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു SBIPയുടെ റെസ്പോൺസിബിലിറ്റി ലൈക്ക് ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു SBIPയിലേക്ക് വരുമ്പോൾ ആളുടെ ഒരു ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുടെ കുറച്ച് കോറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ബ്രാഞ്ചിൻ്റെ ഓപ്പറേഷൻസും അഡ്മിനിസ്ട്രേഷനും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് വളരെ കോറായിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രാഞ്ചിൽ നടക്കുന്ന ഡെയിലി ഫംഗ്ഷൻസിനെ നോക്കുക, ഓവർസീ ചെയ്യുക എന്നുള്ളത്, അവിടുത്തെ വർക്ക് ഫ്ലോ അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്, അതുപോലെ നമ്മുടെ ബാങ്കിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഓവർസീ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഒരു POയിലേക്ക് വരുമ്പം കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് ഒരു ക്ലർക്കിനെ വെച്ച് നോക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു പല കാര്യങ്ങൾക്കും ഈ പറഞ്ഞ കസ്റ്റമറുമായിട്ട് കോൺടാക്ട് വരും, കസ്റ്റമറുമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസ് വരും. ഇപ്പോൾ കസ്റ്റമർ സർവീസും റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കേസ് കൂടി ഈ പറഞ്ഞ SBIPയിലേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യുക, ചില കസ്റ്റമേഴ്സ് ചിലപ്പം ക്ലർക്കിനോട് സംസാരിച്ചതിന് ശേഷം അവർ ഓഫീസേഴ്സുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻസ് വരും. ഉറപ്പായിട്ടും നമുക്കവിടെ പല പ്രോബ്ലംസ് ചിലപ്പം ക്ലർക്കിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് സോൾവ് ആയില്ലെങ്കിൽ നമുക്ക് അത് പിന്നെ നമ്മുടെ അടുത്തേക്ക് ഈ പറഞ്ഞ പോലെ POയുടെ അടുത്തേക്കായിരിക്കും അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ബാങ്കിങ് പ്രൊഡക്ട്സിനെ ഈ പറഞ്ഞ ആൾക്കാരിലേക്ക് പരിചയപ്പെടുത്തുക, അവർക്കത് എന്താ പറയുക അവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ബാങ്കിലെ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പും ബാങ്കിലെ എംപ്ലോയീസും കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലോൺ സാങ്ഷൻസ് കൊടുക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ലോൺ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ആ ലോൺ ആപ്ലിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അത് അസസ് ചെയ്യുക, അതിൻ്റെ ക്രെഡിറ്റ് സ്കോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അവർക്ക് ആ ലോൺ കൊടുക്കണോ വേണ്ടായോ, ലൈക്ക് എത്രത്തോളം ലിമിറ്റിൽ കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുക, കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുക, ലോണുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അങ്ങനെ. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റും കംപ്ലയിൻസും നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇതാണ്. അപ്പോൾ റിസ്ക് കൺട്രോൾ ഇംപ്ലിമെൻറ്റ്
ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആർ ബി ഐയുടെ സൈഡിൽ നിന്ന് വരുന്ന ഗൈഡ് ലൈൻസിനെയൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ എന്തെങ്കിലും ഫ്രോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അത് ആ ഒരു ഫ്രോഡ്സ് ഒക്കെ സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക, പ്രിവെൻഷൻസ് നോക്കുക എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ ഡെഫിനറ്റ്ലി ബാങ്കിലേക്ക് വരുമ്പോൾ ഒരു ടീം ലീഡർഷിപ്പ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള പുതിയ വരുന്ന ക്ലർക്കായാലും ശരി, പ്രൊഫഷണൽ ഓഫീസേഴ്സ് ആയാലും ശരി, അവരെ ട്രെയിൻ ചെയ്യുക, മെൻറ്റർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എഗെയിൻ ആരുടെ ജോലിയാണ്, നമ്മുടെ ഒരു SBI POയുടെ തന്നെ ഒരു ജോലിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു ഹൈ പെർഫോമിങ് കസ്റ്റമറായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഡിസിപ്ലിൻ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു നല്ല എൻവയോൺമെൻറ്റ്, ഒരു ബാങ്കിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു SBI POയുടെ വളരെ കോറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി വേറെ ഒരു ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ഒരു SBI POയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ SBI PO ഒരു മോർണിംഗ് സെഷൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവിടുത്തെ ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്കുള്ള ഡെയിലി ടാർഗറ്റ്സും അപ്ഡേറ്റ്സ് ഒക്കെ ഇൻഫോം ചെയ്യുക അവരെ എന്നുള്ളതാണ്. അവിടെ ഡെയിലി വരുന്ന റിപ്പോർട്ട്സിനെയൊക്കെ റിവ്യൂ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, ബാങ്കിലേക്ക് വന്ന കളക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ കസ്റ്റമറുമായിട്ട് എൻഗേജ് ചെയ്യുക, ലോൺ എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പണിംഗ് ആയാലും ശരി, ലോണിൻ്റെ എൻക്വയറീസ് ആയാലും ശരി, ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നതായാലും ശരി, ലോൺ കൊടുക്കുന്ന സാങ്ഷൻസ് ആയാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ പ്രോസസ് ആൻഡ് അപ്രൂവ് ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് അപ്രൂവ് ചെയ്യുക, എസ്പെഷ്യലി വിഡ്രോൾസ് ആയാലും ഡിപ്പോസിറ്റ്സ് ആയാലും ട്രാൻസ്ഫേഴ്സ് ആയാലും ഒക്കെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് മറ്റേ ബാങ്കിലൊക്കെയുള്ള ട്രാൻസ്ഫേഴ്സ് ആയാലും ശരി, അങ്ങനെയൊക്കെയുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസിനെ അപ്രൂവ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, ചെക്ക് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ എന്തെങ്കിലും ക്ലയൻസിൻ്റെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, അവിടെ റിപ്പോർട്ട്സിനൊക്കെ ഓഡിറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ എംപ്ലോയീസിന്, പുതിയ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുക, മെൻറ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബാങ്കിൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഓഫീസറാണ്, ബാങ്കിൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു SBI PO ആരെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു SBI PO എന്ന് പറയുമ്പോൾ മേ ബി ബ്രാഞ്ചിലും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ റീജിയണൽ ഓഫീസുകളിലോ സോണൽ ഓഫീസുകളിൽ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറച്ചൊക്കെ നമുക്ക് എന്തായാലും അവിടെ വരും. പക്ഷേ ഒരു റീജിയണൽ ഓഫീസിലോ ഒരു സോണൽ ഓഫീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കൂടുതൽ എംപ്ലോയീസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ബാങ്കിങ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക, ബാങ്കിങ് പ്രോഡക്ട്സിന് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കലി നമ്മുടെ ഒരു SBI PO കൂടുതലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ബാങ്കിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ബാങ്കിൻ്റെ ഒരു അസിസ്റ്റന്റ് മാനേജറിലേക്കോ മാനേജറിലേക്കായിരിക്കും കൂടുതലും ഈ PO എന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ അസിസ്റ്റന്റ് മാനേജറായിട്ടായിരിക്കും ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജറിനായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ സോണൽ ഓഫീസിലോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് ജനറൽ മാനേജറിനോ ചീഫ് മാനേജറിനൊക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും. ഇനി സൂപ്പർവൈസ് ചെയ്യുന്ന ജോലികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലർക്കിനെയും ബാക്കിയുള്ള എല്ലാ ആ ഒരു ബ്രാഞ്ചിൽ വരുന്ന പല ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ആ എംപ്ലോയീസിനെയൊക്കെ ആയിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഇപ്പം ഒരു ബാങ്കിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ എടുത്താൽ തന്നെ നമുക്കറിയാം, ഏറ്റവും ടോപ്പിൽ ഒരു മാനേജർ കാണും, അതിൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ അസിസ്റ്റന്റ് മാനേജേഴ്സ് കാണും, അവരായിരിക്കും ഈ PO ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ. അതിൻ്റെ അടിയിൽ മേ ബി ഒരു 5 തൊട്ട് 15 സ്റ്റാഫുകൾ കാണും, കാഷ്യറും ബാക്കിയുള്ള ക്ലർക്കൽ സ്റ്റാഫുകൾ കാണും. അത് ബ്രാഞ്ചിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട്. ചെറിയ ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം 5-4 ക്ലർക്ക് കാണത്തുള്ളൂ. പക്ഷേ വലിയ ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ 15 അതിൽ കൂടുതൽ എന്താ പറയുക മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ക്ലർക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പം ഏത് ബ്രാഞ്ചിലാണ് കിട്ടുന്നത്, ഏത് ഓഫീസിലാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഒരു സ്കിൽസിലേക്ക് വരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു SBI POയുടെ സ്കിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടാതെ തന്നെ ഒരു പ്രൊഫഷണറി ഓഫീസർ SBI PO പോലത്തെ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ വേണ്ടിയ കുറച്ച് സ്കിൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ഫിനാൻഷ്യൽ നോളജ് അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരിക്കണം, ലൈക്ക് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, ലൈക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, ബാങ്കിങ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, RBIയുടെ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഫ്രെയിംവർക്കും റെഗുലേറ്ററി പ്രോഡക്റ്റ് കണ്ടീഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ ബാങ്കിങ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടൂൾസും അതിൻ്റെ ടൂൾസും അതിൽ വരുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയാസ് ക്ലിയർലി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ലൈക്ക് ടെക്നിക്കൽ സ്കിൽസിലേക്ക് വന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കറിയാം, ഓഫീസാണ് ഉറപ്പായിട്ടും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, ലൈക്ക് നല്ല ഇൻട്രാക്ഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, ടീം ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ ഡെലിഗേഷൻസുമായിട്ടുള്ള കോൺടാക്ട്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ആ ഒരു ബ്രാഞ്ചിലെ റിസോഴ്സിനെ മാനേജ് ചെയ്യുക,
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ അതാണ് പറയാൻ തുടങ്ങിയത്. നമുക്ക് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എസ്പെഷ്യലി വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ലിസണിങ്, അതുപോലെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്രാഞ്ചിലെ എല്ലാ എംപ്ലോയീസുമായിട്ടുള്ള ഡിസ്കഷൻസും ആയാലും ശരി, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവിടെ വരുന്നുണ്ട്. എന്നുള്ള ഒരു പ്രോപ്പർ ബാങ്കിങ് കൾച്ചർ, ലൈക്ക് ഒരു ബാങ്കിങ് ആ ഒരു ബ്രാഞ്ചിൻ്റെ അകത്ത് തന്നെയുള്ള എംപ്ലോയീസ് തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അവർ തമ്മിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കിൻ്റെ പ്രൊഡക്ട്സ് ആയാലും ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് ആയാലും നല്ലപോലെ മുമ്പിലോട്ട് ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു കൾച്ചർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാളെന്ന് പറയുന്നത് ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ നിൽക്കുന്ന ആ ഒരു ബ്രാഞ്ചിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മാനേജറും അസിസ്റ്റൻറ്റ് മാനേജറും ആണ്. അപ്പോൾ ആ ഒരു ഓഫീസർ സ്കെയിലിൽ നിൽക്കുന്നവരാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും പ്രോബ്ലംസ് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന സ്കിൽസ് ആയാലും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളിപ്പം പറഞ്ഞ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് ജഡ്ജ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇൻറ്റിഗ്രിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി, നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻറ്റിഗ്രിറ്റി, അതുപോലെ ഡൈനാമിക്കുള്ള എൻവയോൺമെൻറ്റിനെ അഡാപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ചേഞ്ചസ് വരും, ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സാലറിയും കോമ്പൻസേഷനിലേക്ക് വന്നാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ബേസിക് സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത്, ബേസിക് പേ എന്ന് പറയുന്നത് 48,480 ആണ്. ഇതിലൊക്കെ ഇനിയിപ്പം ഉടനെ തന്നെ അപ്ഡേറ്റ്സ് വരും. ആക്ച്വലി ആ ഒരു സമയമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക് പേ 48,480 ആണ്. പക്ഷേ പ്ലസ് DA, HRA, CCA അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് സാലറി ഏത് റേഞ്ചിലേക്ക് പോകുന്നത്, ഒരു 80,000 റേഞ്ചിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, അലവൻസുകൾ, ആനുവലി ഉള്ള ആനുവൽ അലവൻസുകൾ കൂടി ചേരുമ്പോഴാണ്, ലൈക്ക് ഈ സാധാരണ ഉള്ള അലവൻസുകൾ കൂടാതെ, നമ്മുടെ ഈ പറഞ്ഞ മന്ത്ലി അലവൻസുകൾ കൂടാതെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി ഒക്കെ വരുന്ന അലവൻസുകളുണ്ട്. അതോട് ചേരുമ്പോഴാണ് ആനുവൽ സാലറി എത്രയിലേക്ക് പോകുന്നത്, 12 to 13 ലാഖിലേക്ക് പോകുന്നത് ആനുവൽ സാലറി, നമ്മുടെ ഇൻ ടോട്ടൽ ഗ്രോസ് സാലറിയിലേക്ക് പോകുന്നത്. പിന്നെ ഗ്രോത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, ജോയിൻ ചെയ്യുന്നവർ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ഓഫീസർ സ്കെയിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് അവർ മാനേജർ, പിന്നെ ചീഫ് മാനേജർ, അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ഇതിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മൾ യൂഷ്വലി ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ട് ഒരു SBI PO ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആ ഒരു പൊസിഷനിലേക്ക് വരെ എത്താൻ പറ്റുന്ന, ലൈക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പോസ്റ്റാണ് SBI PO എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ കരിയർ പാത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ SBIയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കവിടെ പല സെക്ഷൻസ് ഉണ്ട്, പല ഫീൽഡ് വരുന്നുണ്ട്. ഈവൻ ഈ പറയുന്ന ഫോറിനിൽ പോലും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതുകൂടിയാണ് SBI POയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കവിടെ നല്ല അത്രത്തോളം പാഷനേറ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ SBIയുടെ ചെയർമാൻ വരെ ആകാൻ പറ്റും. നമുക്ക് ഈവൻ ഫോറിൻ കൺട്രീസിൽ SBIയുടെ ബ്രാഞ്ചസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. സോ കരിയർ പാത്ത് എന്ന് പറയുന്നത് അവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിൽ പാഷനേറ്റ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ അതിൽ സക്സസ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു SBI POയുടെ പ്രിപ്പറേഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ജോബ് പ്രൊഫൈലാണ് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പം നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനെ കുറിച്ച് റഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കുക. ആ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിലബസിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം, എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം, പ്രിലിംസ് മാത്രമല്ല മെയിൻസും അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് വരുന്ന എക്സാമിൻ്റെ ലെവൽസിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എല്ലാം കൂടി ചേർത്ത് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞുള്ള സിലബസിനെയൊക്കെ മാപ്പ് ചെയ്യുന്ന സമയത്തായാലും മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനൊക്കെ ആദ്യമേ തീർക്കണം. ആൻഡ് റിസോഴ്സസ് അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്ന് പഠിക്കുന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും നല്ല റിസോഴ്സസ് തന്നെ ഉപയോഗിക്കുക. എന്നാൽ ഒരുപാട് ഓവർ റിസോഴ്സസ് ഉപയോഗിക്കാതിരിക്കുക. ബാങ്ക് എക്സാംസിന് അങ്ങനെ ഒരുപാട് ബുക്സുകളുടെ ഒന്നും ആവശ്യമില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. പല പ്ലാറ്റ്ഫോംസിൽ നിന്ന് മോക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സിലബസായി കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. മോക്ക് ടെസ്റ്റുകൾ, സെക്ഷണൽ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ സ്പീഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ അതിന് മാക്സിമം പോളിഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ്, നമ്മൾ നേരത്തെ ഉള്ള മെയിൻസ് എക്സാമിൻ്റെ ആ ഒരു ഏരിയ കൂടി ഇമ്പ്രൂവ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ആയാലും ശരി, ഇൻ്റർവ്യൂ ആയാലും ശരി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കുക. അപ്പം നമ്മുടെ ഈ പറഞ്ഞ SBI POയുടെ എക്സാംസിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് നിങ്ങളത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പം വേണമെങ്കിലും എക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് എപ്പം വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, പക്ഷേ അത് എപ്പം വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. അപ്പം നമുക്ക് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി കോളേജിലൊക്കെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരും ഇപ്പം ഈ വർഷം പാസ് ഔട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ കാണും. അവർക്കൊക്കെ വേണ്ടിയും എൻട്രിയിൽ നമുക്ക് ഈ പറഞ്ഞ ബാങ്കിങ് എക്സാംസിന് വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. SBIക്കായാലും ശരി, IBPS ശരി, IBPS RRBക്കായാലും ശരി, RBIക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കായാലും ശരി, ഇതിനൊക്കെ തന്നെ
ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് 2 year വാലിഡിറ്റി വരെ വരുന്ന ബാച്ചസും നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ റീസെൻ്റ്ലി പഠിച്ച് തുടങ്ങുന്നവർക്ക് SBI POയും SBI ക്ലർക്കും അതുപോലെ RBIയുടെ ഒക്കെ എക്സാംസ് ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത വർഷം എക്സാംസ് എഴുതാം. പക്ഷേ ആ വർഷം ആകുമ്പോഴത്തേന് വാലിഡിറ്റി തീർന്നു പോകാതെ, ഒരു വർഷത്തെ വാലിഡിറ്റി തീർന്നു പോകാതെ 2 വർഷത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തുകൊണ്ട് ഈ വർഷം നടക്കുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം ഈ ഒരു വർഷത്തെ എക്സാംസ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു ഗോൾ കീപ്പ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒറ്റ ഒരു എന്താ പറയുക ബാച്ചിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത വർഷം അതിന് ബെറ്റർ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നതിന് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ 2 years വാലിഡിറ്റി, എക്സ്റ്റെൻഡഡ് വാലിഡിറ്റി എന്നുള്ള ആ ഒരു സംഭവം. നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരുന്നത്. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് ഡേ ടു ഡേ ഷെഡ്യൂൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാനിലെ ഷെഡ്യൂൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈവനിംഗ് ആണ് ലൈവ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഡേ ടൈം ഇപ്പം കോളേജ് ഉള്ളവരായാലും പോലും, ഇപ്പോൾ കോളേജിൻ്റെ സെക്കൻഡ് ഇയറിലൊക്കെ ഉള്ളവരായാൽ പോലും, കോളേജ് ഉള്ളവർക്കായാലും ശരി, വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയാലും ശരി, അവർക്കൊക്കെ തന്നെ ഡേ ടൈമുള്ള ആക്ടിവിറ്റീസ് ഒട്ടും എഫക്റ്റ് ആവാതെ ഈവനിംഗ് ടൈം 7 മണിക്ക് ശേഷമാണ് ലൈവ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ആ റെക്കോർഡ് ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ലൈവ് ആയിട്ട് ആ ഫാക്കൽറ്റീസുമായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അത് ക്ലാസ്സസ് ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേ ടൈമുള്ള ആക്ടിവിറ്റീസ് എഫക്റ്റ് ചെയ്യാതെ തന്നെ ഈവനിങ് ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ക്യൂസുകൾ, കോർ ടോപ്പിക് ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങൾക്കും വേറെ ഇങ്ങോട്ടും പോകേണ്ട ആവശ്യം വരത്തില്ല. എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള കിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും നല്ലൊരു യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സമയത്ത് 2 year വാലിഡിറ്റി ഉണ്ട്. സോ അതിന് ഏറ്റവും നല്ലൊരു യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാനൽ ത്രൂ നിങ്ങൾ വരെ എത്തിക്കുന്നതായിരിക്കും. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ചാനലും ഫോളോ ചെയ്യുക. ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് അടക്കം നമ്മൾ ചെയ്യാറുണ്ട് എക്സാംസ് വരുമ്പോഴത്തേന്. സോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പഠിക്കാനുള്ളൊരു സോഴ്സ് കൂടിയായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ അറിയാനുള്ള ഒരു സോഴ്സ് കൂടിയായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമുക്കിവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസും ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ഈ ഒരു ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്